മുഖ്യമന്ത്രി പിണറായി വിജയനെയും CPM നയിക്കുന്ന LDF സർക്കാരിനെയും ചോദ്യങ്ങൾ കൊണ്ട് വരിഞ്ഞു മുറുക്കുകയാണ് പ്രതിപക്ഷവും മാധ്യമങ്ങളും സോഷ്യൽ മീഡിയയും. നിയമസഭയ്ക്കകത്തും പുറത്തും കടുപ്പിച്ചിരിക്കുക തന്നെയാണ് രാഷ്ട്രീയ പാർട്ടികളും നേതാക്കന്മാരും. ഇതിനിടയിൽ ഗവൺമെന്റ് രക്ഷാപ്രവർത്തനത്തിൽ അടിയന്തര പ്രമേയ നോട്ടീസ് തള്ളി പ്രതിപക്ഷം ഇറങ്ങിപ്പോയി. മുഖ്യമന്ത്രിക്ക് നിലവിൽ തന്നെ മാസപ്പടിയിൽ നിയമസഭയിൽ ചോദ്യങ്ങൾ ഓരോ ദിവസവും ഉയർന്നു വരികയാണ്. മാത്യു കുഴൽനാടൻ അടക്കമുള്ള MLA മാർ മുഖ്യമന്ത്രിയെ ചോദ്യങ്ങൾ കൊണ്ട് വരിഞ്ഞു മുറുക്കുകയാണ്. ഇതിനിടയിലാണ് മുഖ്യമന്ത്രിയുടെ ഗവൺമെന്റ് വിഷയവും വലിയ ചോദ്യമായി മാറിയിരിക്കുന്നത്. യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ തല്ലിച്ചതച്ച മുഖ്യമന്ത്രിയുടെ ഗവൺമെന്റിനെതിരെയുള്ള പ്രതിപക്ഷത്തിന്റെ അടിയന്തര പ്രമേയ നോട്ടീസ് പോലും അനുവദിക്കാതെ ഭരണപക്ഷം കോടതിക്ക് മുന്നിലുള്ള വിഷയമായതിനാൽ പരിഗണിക്കാനാവില്ലെന്നാണ് സ്പീക്കർ AN ഷംസീർ നിലപാടെടുത്തത്. തുടർന്ന് പ്രതിപക്ഷം നടുത്തളത്തിലിറങ്ങി പ്രതിഷേധിക്കുകയും ഇറങ്ങിപ്പോവുകയും ചെയ്തു. യൂത്ത് കോൺഗ്രസുകാരെ തല്ലിച്ചതയ്ക്കുകയും നിയമത്തെ വെല്ലുവിളിച്ച് പോലീസിന് മുന്നിൽ ഹാജരാകാതെ മുഖ്യമന്ത്രിക്കൊപ്പം നടക്കുകയുമാണ് ഗവൺമെന്റ് എന്ന് പറഞ്ഞ് പ്രതിപക്ഷ നേതാവ് വിഷയം ഉന്നയിക്കാൻ വീണ്ടും ശ്രമിച്ചു. പ്രതിപക്ഷ നേതാവ് VD സതീശനെ സംസാരിക്കാൻ അനുവദിക്കില്ലെന്നായി സ്പീക്കർ AN ഷംസീർ. ഇതോടെ പ്രതിപക്ഷം നടുത്തളത്തിലിറങ്ങി പ്രതിഷേധിച്ച ശേഷം സഭയിൽ നിന്നും ഇറങ്ങിപ്പോയി. നിയമത്തിന്റെ മുന്നിൽ കൊണ്ടുവരേണ്ടവരെ കൊണ്ടുവരിക തന്നെ ചെയ്യുമെന്ന് പ്രതിപക്ഷ നേതാവ് പറഞ്ഞു. നവകേരള സദസ്സുമായി ബന്ധപ്പെട്ട എല്ലാ അക്രമ സംഭവങ്ങൾക്കും മുഖ്യമന്ത്രിയാണ് ഉത്തരവാദിയെന്നും പ്രതിപക്ഷം ആരോപിച്ചു.